ഹായ് ഹലോ നമസ്കാരം. ഹ്യുണ്ടായി വെർണ വരുന്നു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. പല സ്പൈ പിക്ചേഴ്സ് കണ്ടു. ഇപ്പോൾ ഹുണ്ടായി തന്നെ നമുക്ക് മെയിലൊക്കെ അയച്ചു, അതായത് ഇപ്പോൾ മാനുഫാക്ചറിങ്ങിൻ്റെ ആ ഒരു യൂണിറ്റിൻ്റെ ആ ഒരു ലിങ്ക് അയച്ചു. അത് മാത്രമല്ല താഴെ കുറച്ച് പിക്ചേഴ്സ് അയച്ചു, ക്യാമഫ്ലോഗ്, അതായത് മുഴുവനായിട്ട് മൂടി കെട്ടിയിട്ട്. പക്ഷേ ഒരു ഡീലർഷിപ്പിൽ ആരോ യാർഡിൽ നിന്ന് ഈ വണ്ടിയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. യദൃശ്യ അല്ലെങ്കിൽ ഭാഗ്യവശാൽ നമുക്ക് ആ ഒരു ഫോട്ടോസ് കിട്ടി. അപ്പോൾ ഇന്ന് ഞാൻ ഹ്യുണ്ടായി വെർണയുടെ ആ ഒരു ഫോട്ടോസ് ഒന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ആദ്യമായിട്ട് കാണുന്നതിൻ്റെ മുന്നേ കാണുന്ന ആ ഒരു കാഴ്ചക്കുള്ള ആ ഒരു കൗതുകത്തിൻ്റെ മുകളിൽ കാണുന്ന ഒരു വീഡിയോ കണ്ടാൽ, അതായത് റിയാക്ഷൻ വീഡിയോ കണ്ടാൽ മതി. എങ്ങനെയുണ്ട് വെർണ ഫോട്ടോസിലൂടെ നമുക്ക് നോക്കാം. ഈ ഒരു വണ്ടിയുടെ ഒറ്റ നോട്ടത്തിൽ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത്, ശരിക്കും ഹ്യുണ്ടായി വെർണ മാറിയെന്ന് പറയുമ്പോൾ നല്ല കാര്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് രണ്ട് വിധത്തിൽ പറയാനുള്ളത്. ഡാഷ്ബോർഡിൻ്റെ ഒരു ഡിസൈൻ കണ്ടപ്പോൾ ഇതത്ര വെടിപ്പല്ലോ എന്ന് തോന്നിയിരുന്നു. അതായത് BMW പോലെ രണ്ട് സ്ക്രീനൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ പഴയ ആ ഒരു അഴകളവുകളാൽ സമ്പന്നമായിട്ടുള്ള ആ ഒരു അളവില്ല. അത് മാത്രമല്ല, ആ ഡാഷ്ബോർഡിൻ്റെ ക്വാളിറ്റി ഒക്കെ നല്ലതായിട്ട് തോന്നി. വയർലെസ് ചാർജ് കാണാണ്ട് DCT ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ DCT ഗിയർ ലിവർ നമുക്ക് കറക്റ്റ് കണ്ട ഗിയർ ലിവർ തന്നെയാണെന്ന് തോന്നി. അത് മാത്രമല്ല, AC ആ ഒരു കൺട്രോൾസ് i20 കണ്ട ആ ഒരു AC കൺട്രോൾസ് ഒക്കെ തന്നെയാണ്. ഏകദേശം നമുക്ക് സെയിം ആട്ടോ. ഇനി അടുത്തൊരു ഫോട്ടോയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ലൈറ്റ് കാണാൻ പറ്റും. കണക്ട് ചെയ്ത ലൈറ്റ്, ബാക്കിൽ ലൈറ്റ് കാണാൻ പറ്റും. ആ ലൈറ്റ് എന്ന് പറഞ്ഞാൽ LED ആണ്. അപ്പോൾ LED ഒരു അതിപ്രസരമുണ്ട്. വെർണ എന്നുള്ളൊരു വലിയ പേരുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ലെറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ആ ലൈറ്റ് ഇഷ്ടമാണ്. ഇപ്പോൾ പല വണ്ടികളും നമ്മളത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സോണറ്റിൽ പുതിയ ഒരു സോണറ്റിൽ കണ്ടു. അതുപോലെ ഓറയല്ല, ആ ഒരു i10 നിയോസിൻ്റെ ബാക്കിൽ ഞാൻ ആ ഒരു കണക്ഷൻ കണ്ടായിരുന്നു. അതുപോലെ പല വണ്ടികൾ MG ഹെക്ടറിൽ ഞാൻ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു വണ്ടിയുടെ ആ ഒരു പിന്നിലെ ലൈറ്റൊക്കെ കൊള്ളാം. ഡിക്കിയുടെ ആ ഒരു ഡിസൈൻ, ആ ഒരു ഗ്ലാസിൻ്റെ ഏരിയയും കൂടി ചേരുമ്പോൾ ഒരു പ്രപ്പോർഷൻ്റെ ഒരു പ്രശ്നമുണ്ടോ എന്നുള്ള ഒരു നോട്ട് തോന്നുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടി കാഴ്ചയ്ക്ക് ഒരിത്തിരി കൗതുകമുള്ള വണ്ടി തന്നെയാണ്. ഉള്ളിലാണെങ്കിൽ സ്റ്റിയറിംഗ് മാറി വരുമ്പോൾ പഴയ കാലത്ത് 2 സ്പോക്ക് സ്റ്റിയറിംഗ് ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട്. പല വണ്ടികളിലും നമ്മൾ സ്റ്റിയറിങ്ങുകളുടെ ആ ഒരു 2 സ്പോക്കായിട്ട് കണ്ടു. ചില വണ്ടികളുടെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് വട്ടം തന്നെയല്ല, യോക്ക് പോലുള്ള സ്റ്റിയറിംഗ് ടെസ്റ്റിലുള്ള ഒരു മോഡലൊക്കെ വിദേശത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റിയറിംഗ് 2 സ്പോക്ക് ആയതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം 2 സ്പോക്ക് ആയാലും പിടിക്കാൻ നീറ്റായാൽ മതി, അതുപോലെ ഫീഡ്ബാക്ക് ഉണ്ടായാൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതൊക്കെ ഉണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം കേട്ടോ. ഇനി സൈഡിലേക്ക് കയറി നിൽക്കുന്ന ലൈറ്റിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോഴേ ടെയിൽ ലാമ്പിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാറുണ്ട്. കൂടാതെ ആ ബാക്കിൽ സ്കൂപ്പ് ചെയ്ത പോലുള്ള ഡിക്കിയിലേക്ക് വരുന്ന ആ ഒരു പോർഷനെ കുറിച്ചും കുറച്ചധികം സംസാരിക്കാറുണ്ട്. ആ ഒരു കാഴ്ച ചില ആൾക്കാരും കൗതുകം ഉണ്ടാക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഫോട്ടോയിൽ വലിയ കുഴപ്പം തോന്നിയില്ല, പക്ഷേ നേരിട്ട് കാണണം. ഡാഷ്ബോർഡിൻ്റെ ഒരു ഡിസൈൻ ശരിക്കും ഇങ്ങനെ പോയിട്ടുള്ള ഡാഷ്ബോർഡ് ഡിസൈൻ എന്ന് പറയുന്നത് കൗതുകം ഉണ്ടാക്കുന്ന ഡിസൈൻ ആണെന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം. അല്ലേ എന്ന് വെച്ചാൽ ഒരിത്തിരി അൺകൺവെൻഷണൽ ആണ്. അതായത് ആ ഒരു 2 സ്ക്രീനുകളും കൂടാതെ ഒരിത്തിരി ചെരിഞ്ഞ് നിൽക്കുന്ന പാസഞ്ചർ സൈഡിലെ ആ ഒരു ലെഗ് സ്പേസിന് വേണ്ടിയിട്ട് ഒരിത്തിരി ചെരിച്ച് വെച്ചിട്ടുള്ള ആ രൂപം കാണുമ്പോൾ ഓക്കെ ഇഷ്ടപ്പെടാതിരിക്കും. പക്ഷെ എനിക്കെന്തോ ഒരു കൗതുകം തോന്നി. അതിൻ്റെ കൂടെ ആ ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലും കൂടെ ആകുമ്പോൾ ശരിക്കും അകത്തളം കുഴപ്പമൊന്നുമില്ല. വലിയ വണ്ടിയാണ് കേട്ടോ വെർണ. വലിയ വണ്ടി എന്ന് പറയുമ്പോൾ ബോണറ്റ് ഏരിയ തീർത്തും വലിപ്പമുള്ളൊരു ബോണറ്റ് പോലെ തോന്നി. ലൈറ്റുകൾ ബെമ്പറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കൂടാതെ വലിയൊരു കണക്റ്റഡ് DRL പോലെ ലൈറ്റാണ്. ആ ഒരു ഫിന്നുകളൊക്കെ കൊള്ളാം. പഴയ വെർണയുടെ ആ ഒരു ഗ്രില്ലിൻ്റെ ഷേപ്പോട് കൂടിയ ഒരു സംഗതി ആ ഒരു ബെമ്പറിലുണ്ട്. ആ ഒരു ബെമ്പർ അങ്ങനെ വലുതായിട്ട് ബെമ്പറിൽ ഹെഡ് ലാമ്പ് വന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു എന്നുള്ളതാണ്. ഫോഗ് ലാമ്പ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഫോഗ് ലാമ്പിൻ്റെ ഒരു ചെറിയ ഭാഗം അവിടെ കാണാണ്ട്. പിന്നെ വീലിൻ്റെ ഡിസൈൻ എനിക്ക് അത്ര ഒരു ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ എന്ന് വെച്ചാൽ കുഴപ്പമില്ല, ഓർഡിനറി ഡിസൈനാണ്, സീൻ ഒന്നുമില്ലാത്ത ഡിസൈനാണ്, ഒരു പുതിയ തരം ഡിസൈൻ എന്ന് പറയാം. പിന്നെ വശങ്ങളിലെ കട്ടിങ് ക്രീസിങ് എല്ലാം തന്നെ ട്യൂസോണൊക്കെ ഞാൻ ട്യൂസോൺ ചെയ്തപ്പോൾ പറഞ്ഞില്ലേ, ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്തപ്പോൾ അവരെന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, ഒരു വണ്ടി വേണം, ആ ഒരു വണ്ടിക്ക് മറ്റുള്ള വണ്ടികളുമായിട്ട് യാതൊരുവിധ ബന്ധവും പാടില്ല, അങ്ങനെ ഒരു വണ്ടി വേണം ചെയ്യാനുള്ള ആ ഒരു മൈൻഡിലായിരിക്കും ട്യൂസോൺ ഉണ്ടാക്കി. ഞാൻ ട്യൂസോണിൻ്റെ വീട്ടിൽ പറഞ്ഞില്ലേ, അത് വെർണയിലാകുമ്പോൾ കുറച്ചും കൂടി ഒരു ചെറിയ കാറുകളിലേക്ക്, അല്ലെങ്കിൽ ട്യൂസോണിൻ്റെ വില അല്ലല്ലോ വെർണയുടെ വില, ആ ഒരു പ്രൈസ് പോയിന്റ് ഡിഫറൻസിലും ഒരു സെഡാനായിട്ട് വരുന്ന വണ്ടിക്കും കൂടി ആ ഒരു ഡിസൈൻ വരുന്നു എന്നുള്ളത് നല്ല കാര്യമാണ് കേട്ടോ. എനിക്ക് ആ പറഞ്ഞിട്ടാണ്, അതായത് ഡയമണ്ട് ഷേപ്പിലൊക്കെ ഉണ്ടാകുന്ന പോലെ കുറേ അധികം അഴകളവുകൾ നല്ല പറയാം, കട്ടിങ് ക്രീസിനൊക്കെ നല്ലതായിട്ട് തോന്നി. കൂടാതെ വലിയൊരു ബോണറ്റാണ്, ഒത്തിരി മുന്നിലോട്ട് ഇറങ്ങി നിൽക്കുന്ന പോലത്തെ ബോണറ്റ് കാണാൻ കൊള്ളാം. അതിൻ്റെ മുകളിൽ അത്യാവശ്യം ആ ഒരു കട്ടിങ് എല്ലാം ഉണ്ട്. അത് മാത്രമല്ല ഹുണ്ടായുടെ ലോഗോ കൂടി ആ ഒരു ബോണറ്റിൻ്റെ മുകളിലാണെന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ടിലെ ലുക്ക് കൊള്ളാം, സൈഡിലെ ലുക്ക് കൊള്ളാം, ബാക്കിൽ ലുക്ക് കുഴപ്പമില്ലാത്തൊരു ലുക്കാണ്. അത് നൈസ് ലുക്കാണ്. നൈസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ആ ഒരു ഗ്ലാസ് ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് പഴയ ഒരു ലക്ഷറി കാറുകളൊക്കെ ഓർമ്മയുണ്ട്. ആ ഒരു ബാക്കിലെ ആ ഒരു ഗ്ലാസിൻ്റെ ആ ഒരു കട്ടിങ് എല്ലാം കൂടി കണ്ടിട്ട് ഏതൊരു ബ്യൂക്കാണോ അങ്ങനെ ഒരു വണ്ടിയാണെന്ന് തോന്നുന്നു. ആ ഒരു ഗ്ലാസിൻ്റെ ഒരു ഷേപ്പ് അങ്ങനെ തോന്നി. അത് കുഴപ്പമില്ല, ഷാർക്ക് ഫിന്നാണ് ആൻറ്റിന. എന്നാലും ആദ്യത്തെ ഒരു കാഴ്ചയിൽ കാണുന്ന റിയാക്ഷൻ നിലയ്ക്ക് എനിക്ക് തോന്നുന്നു കൊള്ളാം, രസമുണ്ട് കാണാനായിട്ട്, കൗതുകം കൊണ്ട് കാണാനായിട്ട്. ഇനി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ അവരെന്താ പറയുന്നത് നോട്ടെ. അതായത് നമുക്ക് ഇതിൻ്റെ പ്രസ് റിലീസ് അവർ അയച്ചു തരാറുണ്ടല്ലോ. അതിലൊരു കാര്യങ്ങൾ കൂടി നോക്കി കഴിഞ്ഞാലേ, ഈ ഒരു വണ്ടിയുടെ സ്പെക്കിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ഈ വണ്ടി ഓടിക്കുമ്പോഴേ കൂടുതൽ പറയുള്ളൂ. അപ്പോൾ കുറച്ച് സ്റ്റിഫ്നെസ് ഉള്ള ബോഡിയാണെന്ന് പറയുന്നുണ്ട്.
all new Verna inspection technique and 3D scanning and infrared camera inspection to ensure the shell confirms supreme levels of build quality. അതായത് ഈ ഒരു വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റിക്ക് വേണ്ടി അവർ ഒരുപാട് മെഷർമെന്റ് എടുത്തിട്ടുണ്ടെന്നാണ് ഉണ്ടായി പറയുന്നത്. അപ്പോൾ ഈ മെഷർമെന്റ് എടുത്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ ആ ഒരു പ്രൊസീജർ എന്ന കാര്യമാണ്. പക്ഷെ അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് 160 PS പവർ ഉണ്ടെന്നുള്ളതാണ്. കൂടാതെ എനിക്ക് തോന്നുന്ന 160 PS പവർ 1.5 ടർബോ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഗുഡ്. കാരണം കുറച്ച് കാലം മുന്നേ വരെ ഒരു ഇത്തിരി കൂടി മുകളിലുള്ള സെഗ്മെന്റിലുള്ള പവറാണ് ഇപ്പോൾ 160 PS എന്ന് പറയുമ്പോൾ. 100 PS തന്നെ അന്നൊക്കെ വലിയ ഒരു പവർ ആയിരുന്ന ഒരു കാലത്താണ് ഇപ്പോൾ 160 PS ഒരു വെർണയ്ക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തീർത്തും നല്ല പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണെന്നുള്ളതാണ്. അപ്പോൾ കാണാനുള്ള കൗതുകവും പവറായിട്ടുള്ള ആ ഒരു എഞ്ചിനും തന്നെയാണ് ഈ ഒരു വെർണയുടെ പ്രത്യേകത എനിക്ക് തോന്നുന്നു. എന്തായാലും വെയിറ്റിംഗ് ആണ് കാണാനായിട്ട്. ഇപ്പോൾ ആദ്യ കാഴ്ചയിൽ കണ്ട കാര്യം എന്ന് പറയുന്നത് 160 PS ഉള്ള ഒരു സെഡാൻ കാഴ്ചയ്ക്ക് ഒരു എന്താ പറയുക ഒരു എക്സ്ട്രോർഡിനറി അല്ലെങ്കിൽ എന്താ പറയുക ഒരു അൺകൺവെൻഷണൽ ലുക്കുള്ള ഒരു അന്യഗ്രേജ് പോലുള്ള ഒരു വണ്ടിയെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ കൂടി ഇപ്പോൾ കാണുന്ന വണ്ടികളെ പോലെയല്ല, ഒരു ഇത്തിരി കൂടി പുതുമയുള്ള വണ്ടിയാണ്, ഒരു ഇത്തിരി കൂടി പുതുമ തോന്നുന്ന വണ്ടിയാണ്. വശങ്ങളിലെ ആ ഒരു കെട്ടും അല്ലെങ്കിൽ കെട്ടുകാഴ്ചകളും അല്ലെങ്കിൽ മുന്നിലെ ആ ഒരു ബോണറ്റിൻ്റെ ആ ഒരു വലിയ വലിപ്പവും കൂടാതെ മുന്നിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രൂപമൊക്കെ കൂടി കാണുമ്പോൾ കൊള്ളാമെന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്യാം, വണ്ടി വരുമ്പോൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അതായത് ഇതൊരു ഫസ്റ്റ് റിയാക്ഷൻ ആണ്. ആ ഒരു ഫസ്റ്റ് റിയാക്ഷൻ്റെ മുകളിൽ വാവ് എന്നല്ല പറയുന്നത്, ഓക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത വീണ്ടും വരാം. അവർക്ക് നന്ദി, നമസ്കാരം.